മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു പുതിയ വർഷം തുടങ്ങുകയാണ്. അപ്പോൾ പുതിയ വർഷത്തെ ആദ്യ മാസമാണ് ജനുവരി മാസം. അപ്പോൾ 2026 ജനുവരി മാസത്തെ ഭരണി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം എന്താണ്? ഈ പുതിയ വർഷം മുതൽ അഭിവൃദ്ധി ഉണ്ടാകുമോ? അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ടോ? എന്നീ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. പൊതുവേ നോക്കുമ്പോൾ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് തന്നെയാണ് മുൻതൂക്കം കാണുന്നത്. ഈ വർഷത്തിൽ ജനുവരി മാസത്തിൽ നല്ല നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സാമ്പത്തിക വർധനവിന് യോഗം ഉണ്ടാകും. അതേപോലെ തന്നെ തൊഴിലിൽ സ്ഥിരമായിട്ടുള്ള നിയമനം കിട്ടുക, സ്ഥാനക്കയറ്റം കിട്ടുക, തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കിട്ടുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുണ്ട്. അപ്പോൾ ആ സഹായങ്ങൾ കൊണ്ടൊക്കെ നല്ല ഉയർച്ച അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് യോഗമുണ്ട്. പക്ഷേ ഭാഗ്യസ്ഥാനത്താണ് ചൊവ്വ നിൽക്കുന്നത്. സഹായ സ്ഥാനാധിപതിയും ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. എന്നാൽ 17-ാം തീയതി മുതൽ ബുധൻ 10-ാം ഭാവത്തിലേക്ക് മാറും. അതേപോലെ 1-ാം തീയതി തന്നെ ചൊവ്വ പഞ്ചമഹത്ത യോഗത്തിലെ രുചകായോഗം ചെയ്തുകൊണ്ട് കർമ്മസ്ഥാനത്തേക്ക് മാറും. അപ്പോൾ 15-ാം തീയതിക്ക് ശേഷം തൊഴിൽ നല്ല ഉയർച്ച കാര്യങ്ങളുണ്ടാകും. എന്നാൽ അതിന് ശേഷം സഹായികളായിരിക്കുന്ന വ്യക്തികളോ സുഹൃത്തുക്കളുടെയോ വിരോധം, അല്ലെ കർമ്മസ്ഥാനത്ത് ഒരേ തൊഴിൽ ചെയ്യുന്നവർ തന്നെ തമ്മിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസം പോലുള്ള ചെറിയൊരു കാര്യത്തിന് യോഗമുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ നല്ല ദാമ്പത്യ ബന്ധത്തിന് യോഗമുള്ള ഒരു മാസമാണ്. ഭാര്യ കുടുംബക്കാരിൽ നിന്ന് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. വിവാഹം അന്വേഷിക്കുന്നവർക്ക് നല്ല ബന്ധം തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ്. ദാമ്പത്യ സംബന്ധമായിട്ടും അതേപോലെ നിവർത്തി സ്ഥാനാധിപതി ശുക്രൻ. അപ്പോൾ ആ ശുക്രൻ്റെ ഇഷ്ടഭാവസ്ഥിതി ഉള്ളത് കാരണം കൊണ്ട് തന്നെ, അതായത് കർമ്മസ്ഥാനത്ത് 10-ാം ഭാവത്തിൽ തന്നെയാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കും, കാര്യപ്രാപ്തി കൂടും. അതുകൊണ്ടൊക്കെ നല്ല നേട്ടങ്ങൾക്ക് യോഗമുണ്ടാകും. എന്നാൽ ചെറിയ കാര്യത്തിന് ടെൻഷൻ അടിക്കുക, കാലിൻ്റെ മുട്ടിന് താഴത്തുള്ള ഭാഗത്ത് വേദന പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങളുണ്ടാകും. നാഗദോഷം പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. അത് കാരണം കൊണ്ട് നാഗപൂജ ചെയ്യാനായിട്ട് മറക്കരുത്. അതേപോലെ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. കാരണം 12 നിൽക്കുന്ന ശനിയാണ്, ഋണവാൻ എന്ന് പറയുന്നൊരു യോഗമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് കടക്കാരൻ ബാധ്യതകൾ കൊണ്ട് മനസ്സമാധാനം കുറയാന്ന് പറയുന്നൊരവസ്ഥയാണ്. എന്നാൽ ലോണ് പോലെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുമായിട്ട് നീങ്ങിയാൽ പെട്ടെന്ന് കാര്യം സാധിക്കാനായിട്ട് യോഗമുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത്. പിന്നെ ഭാഗ്യാധിപതി സഹായ സ്ഥാനത്ത് നിൽക്കുന്നേരം നല്ല ഭാഗ്യമൊക്കെ അനുഭവങ്ങൾക്കൊക്കെ യോഗമുണ്ട്. അതേപോലെ തന്നെ ഏഴശനി ആയതുകൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കണം, ശനിദോഷം പരിഹരിക്കണം. അപജയസ്ഥാനത്താണല്ലോ വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പോൾ കാരണം വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും നെയ്വിളക്കം കഴിപ്പിക്കണം. അതേപോലെ ബാധയിൽ നിൽക്കുന്ന രാഹു ആയത് കാരണം കൊണ്ട് നാഗപൂജ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുക. അതേപോലെ തന്നെ ശത്രുദോഷത്തിൻ്റെതായിരിക്കുന്ന ദുരിതം കർമ്മസ്ഥാനത്ത് വരാതിരിക്കാനായിട്ട് ഗണപതി ഹോമവും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാർത്ഥന, വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ 2026 ജനുവരി മാസത്തിൽ നല്ല രീതിയിലുള്ള ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.